ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് തിരുസഭ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈശോ തൻ്റെ 12 ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് അവർക്ക് അധികാരങ്ങൾ നൽകി ദൈവരാജ്യത്തിനായി പറഞ്ഞയക്കുന്ന ഒരു ഭാഗമാണ്. ആദ്യമായി അപ്പോസ്തോല സംഘത്തിന് മാത്രമായി ഏൽപ്പിക്കപ്പെട്ട ദൗത്യം. നൽകപ്പെട്ട അധികാരം എന്ന് പറയുന്നത് സകല പിശാചുകളുടെ മേലും അവർക്ക് അധികാരവും ശക്തിയും നൽകി. രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും അവരെ ഈശോ അയക്കുന്നു. ഇന്നത്തെ പോലുള്ള ഒരു സാധ്യതകളും അന്ന് ഇല്ലായിരുന്നു. ഇന്ന് നമ്മളുടെ മുമ്പിൽ ഉള്ള സാധ്യതകൾ വളരെയേറെയാണ്. ഇന്ന് നമുക്കുള്ള ഒരു സാധ്യതയും അന്ന് ശിഷ്യന്മാർ, ഈ അപ്പോസ്തലന്മാർ അയക്കപ്പെടുമ്പോൾ ഉണ്ടായിരുന്നില്ല. സുവിശേഷ പ്രഘോഷണത്തിന് ഈശോയും ശിഷ്യന്മാരും ചെയ്യുന്ന നന്മകൾ, രോഗസൗഖ്യങ്ങൾ, വിടുതലുകൾ ജനമറിഞ്ഞിരുന്നത് വായ്മൊഴികളിലൂടെ മാത്രമായിരുന്നു. ഈ വായ്മൊഴികൾ മാത്രമായിരുന്നു ഈശോയ്ക്കും ശിഷ്യന്മാർക്കും വിചാരം നൽകിയ മാധ്യമം. ഈശോ അപ്പോസ്തലന്മാരെ അയക്കുമ്പോൾ പറഞ്ഞിരുന്ന മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ബാധ്യതകൾ പാടില്ല. മനസ്സും ശരീരവും പൂർണ്ണമായി ദൈവത്തിനർപ്പിച്ച് സകല ആശ്രയവും ദൈവത്തിൽ അർപ്പിച്ചുള്ള ഒരു വലിയ യാത്ര. വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും നിങ്ങൾ എടുക്കരുത്. 2 കുപ്പായവും നിങ്ങൾക്ക് പാടില്ല. വടി എന്നത് അധികാരത്തിൻ്റെ ചിഹ്നമായി വിശുദ്ധ വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും നാം കാണുന്നുണ്ട്. മോശയുടെ തളിർത്ത വടി ഇസ്രായേൽ ജനത്തെ മോശ നയിച്ച കാലം അത്രയും മോശയുടെ കൈകളിലുണ്ടായിരുന്നു. ദൈവഹിതമല്ലാതെ മോശ ആ വടി ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായി. അവിടെയെല്ലാം ദൈവ കോപം മോശയും ജനവും ഫേസ് ചെയ്യേണ്ടതായും വന്നിട്ടുണ്ട്. അധികാരങ്ങൾ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ സത്ത ഇല്ലാതാക്കും. സഞ്ചി എന്ന കരുതൽ നിങ്ങൾ എടുക്കരുത്. ദൈവാശ്രയത്തിൽ നിങ്ങൾക്ക് കുറവുണ്ടാകും. അപ്പം എടുക്കരുത്. ആഹാരത്തിന് വകയുണ്ടെങ്കിൽ അലസത, മടി ഇവയെല്ലാം മനുഷ്യനിൽ കടന്നുകൂടും. പണം കരുതുന്നത് പിശാചിന് മനുഷ്യനിൽ പ്രവേശിക്കാനുള്ള ഒരു വലിയ വാതിൽ തുറന്നിടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നൽകുന്ന ബോധ്യം, ക്രിസ്തു വിശ്വാസികൾ എല്ലാം തന്നെ ദൈവരാജ്യത്തിനു വേണ്ടി അയക്കപ്പെട്ടവരാണ്. എഴുതപ്പെട്ട വചനം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അത് അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന നാം എല്ലാവരും സുവിശേഷത്തിനായി അയക്കപ്പെട്ടവരാണ്. സഭയിലൂടെ, വിശുദ്ധ കൂദാശകളിലൂടെ നമുക്ക് നൽകപ്പെട്ട അധികാരങ്ങൾ അപ്പോസ്തലന്മാർക്ക് നൽകപ്പെട്ട അതേ അധികാരങ്ങളാണ്. സുവിശേഷത്തിനായി അയക്കപ്പെട്ട നമ്മൾക്ക് ബാധ്യതകൾ ഉണ്ടാകരുത്. ചെല്ലുന്ന നാട്ടിൽ ബാധ്യത ഉണ്ടാകരുത്. വ്യക്തികളോട് ഒന്നും തന്നെ ബാധ്യതകൾ ഉണ്ടാകരുത്. എല്ലാവരും നിങ്ങളെ സ്വീകരിച്ചെന്ന് വരില്ല. സുവിശേഷത്തിൽ നിർബന്ധ ബുദ്ധി എന്നത് ഇല്ല. പരിഹസിക്കപ്പെടാം, ഒറ്റപ്പെടാം, പട്ടിണിയുണ്ടാകാം, ദാരിദ്ര്യമുണ്ടാകാം. അവയെല്ലാം നിന്നെ അയച്ച ദൈവത്തെ പ്രതി നിസ്സാരമായി കരുതി കാലിലെ പൊടി തട്ടിക്കളയും പോലെ അവയെല്ലാം കളയാൻ അയക്കപ്പെട്ടവൻ തയ്യാറാകണം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്ത് കിട്ടും എന്നതാണ്. സുവിശേഷം പ്രസംഗിക്കുന്നതിലൂടെ, പ്രഘോഷിക്കുന്നതിലൂടെ എനിക്ക് എന്ത് ലഭിക്കും എന്നാണ് ഇന്ന് നമ്മുടെ ചിന്തയെങ്കിൽ, ഈശോ വിഭാവനം ചെയ്ത ഒരു ദൈവരാജ്യത്തിനു വേണ്ടി അല്ല നമ്മൾ അയക്കപ്പെട്ടത്. ദൈവരാജ്യത്തിനായി അയക്കപ്പെട്ട നമ്മളിൽ അധിക ഭാരം ഉണ്ടാകാൻ പാടില്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ
ആദ്യ രൂപമായി നമുക്ക് ഇന്നത്തെ തിരുവചനത്തെ കാണാം. അയക്കപ്പെട്ട നമ്മുടെ ബാധ്യത ലോകത്തിൽ മറ്റൊന്നിനോടുമല്ല, നമ്മെ അയച്ച ക്രിസ്തുവിനോട് മാത്രമാണ് എന്ന് പറയാതെ പറഞ്ഞുള്ള ക്രിസ്തു ശിഷ്യൻ്റെ ഒരു വലിയ യാത്രയാകണം സുവിശേഷമായുള്ള യാത്ര. ശരിക്കും വില കൊടുത്തുള്ള ഒരു യാത്ര. ക്രിസ്തീയ ദൗത്യവും ശിഷ്യത്വവും ഇന്ന് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോഴും വിമർശിക്കപ്പെടുമ്പോഴും ക്രിസ്തു ശിഷ്യരായ നമ്മൾ ഈ തിരുവചനത്തിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് കാരണവന്മാർ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നതുപോലെ തന്നെ ക്രിസ്ത്യാനി, നിന്റെ വലിപ്പം നിനക്കറിയില്ല. നിന്നെ അയച്ചവൻ്റെ വലിപ്പം നീ മറന്നുപോയി. നിനക്ക് ദൈവം നൽകിയ അധികാരം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് അറിയില്ല. അവയെല്ലാം നീ ഉണ്ടാക്കി വച്ച ബാധ്യതകൾ, അവയെല്ലാം മൂടിക്കളഞ്ഞു. ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ അയച്ചവനിലേക്ക് നമുക്കൊന്ന് തിരിയാം. നമ്മെ അയച്ചവൻ്റെ വലിപ്പം എന്താണെന്ന് ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാം. തിരുവചനത്തിലേക്ക് തിരിയാം, നന്മയിലേക്ക് തിരിയാം. അവനേൽപ്പിച്ച ദൗത്യം എന്താണെന്ന് അറിഞ്ഞ് നമുക്ക് സുവിശേഷം ജീവിക്കാം. ലോകത്തിൻ്റെ ബാധ്യതകളില്ലാതെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ഉന്നത വിളിക്കു മുൻപിൽ അർപ്പിക്കുന്നു ഞാൻ. അങ്ങേ ഇഷ്ടം എന്നിൽ നാഥ നിറവേറിയിടട്ടെ. ഉന്നത വിളിക്കു മുൻപിൽ അർപ്പിക്കുന്നു ഞാൻ. അങ്ങേ ഇഷ്ടം എന്നിൽ നാഥ നിറവേറിയിടട്ടെ. പോകാം ഞാൻ കൽപ്പിക്കും പോലെ. മാറില്ല പിന്മാറില്ല എന്നന്ത്യനാൾ വരെ. പോകാം ഞാൻ കൽപ്പിക്കും പോലെ. മാറില്ല പിന്മാറില്ല എന്നന്ത്യനാൾ വരെ.